അങ്ങനെ പുതിയൊരു ഓണക്കാലം കൂടി വന്നെത്തി. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ നന്നായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ തന്നെ തറവാട്ടിൽ ഒത്തുകൂടി ഓണപ്പാട്ടും ഓണക്കളികളും എന്ന് വേണ്ട എല്ലാം ഒരു ബഹളമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും അതൊത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വർഷം UK-ലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വർക്ക് ഫ്രം ഹോം എടുക്കാം, ഫ്രൈഡേ അല്ലേ എന്നൊക്കെ ആദ്യം കരുതി. പക്ഷേ വീണ്ടും ആലോചിച്ചപ്പം ലീവ് എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരുക്കുന്ന ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. പിന്നെ സാധനങ്ങൾ വാങ്ങൽ, വറക്കൽ, പൊടിക്കൽ, ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പൊടി തട്ടിയെടുത്തു, വീടൊരുക്കൽ, പിന്നെ ഉത്രാട വിളക്ക് കത്തിച്ചു. ഞാൻ നമ്മുടെ വീട്ടിലെ റോസും ഡാലിയൊക്കെ വെച്ചിട്ട് തന്നെ പൂക്കളം ഇടാന്ന് കരുതി. പക്ഷെ അത് തൊട്ടേ കൈവിട്ടുന്ന അജീവ്. പിന്നെ ഞങ്ങൾ കടയടിക്കുന്നതിന് മുമ്പ് ഓടിപ്പോയി ഒരു ബൊക്കെ വാങ്ങി, പിന്നെ വാഴയില വാങ്ങി. ഫുൾ ഉത്രാടപ്പാച്ചിലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി, കുക്കർ ബിരിയാണി കൈയിട്ട് വരെ ഞങ്ങൾ കഴിച്ചു. ഉത്രാടത്തിന് വൈകിട്ട് തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഒതുക്കി വെക്കാമെന്ന് വെച്ചു. സാമ്പാറിനുള്ളതൊക്കെ റെഡിയാക്കി. പിന്നെ പൈനാപ്പിൾ കിച്ചടി, പച്ചടി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കിച്ചടിയും പച്ചടിയൊക്കെ വെക്കുന്നത്. പിന്നെ യൂട്യൂബൊക്കെ നോക്കി പഠിക്കാമല്ലോ. അപ്പോൾ പഠിച്ച് തലേന്ന് സംഭവമെല്ലാം സെറ്റാക്കി ഞങ്ങൾ കിടന്നുറങ്ങി. ഭയങ്കര സന്തോഷം രാവിലെ എണീറ്റപ്പം. കാരണം സൂര്യൻ ഉണ്ടായിരുന്നു. UK-ൽ സൂര്യൻ ഇങ്ങനെ വന്നും പോയും തോന്നുന്ന പോലത്തെ ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ നല്ല വെട്ടം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഒരുങ്ങി വിളക്ക് കത്തിച്ചു. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് അജയ വിളക്ക് കത്തിച്ച്. പിന്നെ ഞങ്ങൾ ഇന്ന രീതിയും ഈ ഡിസൈനിടുക ആ ഡിസൈനിടുക അങ്ങനെ പല പല കൺഫ്യൂഷനിലായി പൂക്കളത്തിൻ്റെ കാര്യം സെറ്റാക്കിക്കൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാർ വിളിക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. വീട്ടുകാരോട് സംസാരിച്ചു. കാരണം നമ്മുടെ ഇവിടെ ഓണം തുടങ്ങിയപ്പോൾ അവിടുത്തെ ഓണം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അവർ സദ്യ കഴിക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം അച്ഛൻ വിളിച്ച് പൂക്കളമൊക്കെ കാണിച്ചു തന്നു. അമ്മ പറഞ്ഞു പൂവൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഓർത്ത ഞാനവിടെ ഇല്ലല്ലോ എന്ന്. സാധാരണ ഞാനായിരുന്നു അവിടെ പൂക്കൾ ഇടുന്ന ആൾ. പിന്നെ അച്ഛനും ഒപ്പം കൂടിയൊക്കെ അതിട്ടു. അമ്മ അപ്പോൾ വിളക്കത്ത് വെക്കാൻ ചോറ് വിളമ്പുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു അച്ഛൻ. പിന്നെ അതിനിടയ്ക്ക് അജയും ഞാനും കൂടി പൂക്കളം ഞങ്ങളുടെ അവിടുത്തെ ഒരു സൈഡിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അജയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു. അവിടെ ഓണം അപ്പച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ഓണാശംസകളൊക്കെ പറഞ്ഞ്. എൻ്റെ കുടുംബത്തിലെ മെയിൻ ഓണക്കളികളുടെ ഓർഗനൈസർ ഞാനാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിലൊത്തുകൂടി ഓണപ്പാട്ട്, ഓണക്കളികൾ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേര കളി എന്ന് വേണ്ട ഭയങ്കര രസമാണ്. അപ്പോൾ ഈ പ്രാവശ്യം അത് ശരിക്കും മിസ് ചെയ്തു. പിന്നെ എല്ലാവരും വിളിക്കുമ്പോൾ അവിടെ കുഞ്ഞമ്മമാരും ഒക്കെ പറയുന്നുണ്ട്, അയ്യോ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മിസ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചെറുതായിട്ടൊരു വിഷമം. ഇതിനിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി സദ്യക്കുള്ളതെല്ലാം ഒരുക്കി. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് പരിപ്പാണ് നിങ്ങളെ കണ്ടത്. പിന്നെ പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പരിപ്പ്, സാമ്പാർ, പപ്പടം, പുളിശ്ശേരി, അടപ്രഥമൻ, സംഭാരം എന്ന് വേണ്ട അങ്ങനെ ഒരു വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഞങ്ങൾ ആദ്യമായി ഉണ്ടാക്കി. പിന്നെ സദ്യ കഴിഞ്ഞ് പായസത്തിൻ്റെ കിറുക്ക് ചെറുതായി ഒന്ന് മയങ്ങി.